LDF ക്യാമ്പിന് ആവേശമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലെത്തി. വൈകിട്ട് 4 മണിക്ക് നിയോജക മണ്ഡലം കൺവെൻഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി ദീപക് ധർമ്മടം ഇപ്പോൾ ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. ദീപക്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, വളരെ ആവേശം വിതറും വിധത്തിലുള്ള ഒരു വലിയ പരിപാടിയാണ് CPIയും LDFും പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി നിലമ്പൂരിൽ എത്തി, ഏതാണ്ട് ഉച്ചയോടുകൂടി എത്തി അദ്ദേഹം നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അതായത് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ, അതുപോലെ PB അംഗം, മണ്ഡലത്തിന്റെ ചുമതല അവൻ ഉൾപ്പെടെയുള്ള ജില്ലയിലെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു. ആദ്യം തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ അനൗപചാരികമായി അദ്ദേഹം നടത്തുകയായിരുന്നു. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അതിനുശേഷം അല്പസമയത്തിനകം അദ്ദേഹം 4 മണിയോടുകൂടി അദ്ദേഹം അവിടത്തേക്ക് സമ്മേളന നഗരിയിലേക്ക് എത്തും. 4 മണിക്ക് തന്നെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വൈകിട്ട് മഴയുണ്ടെങ്കിൽ അത് പ്രവർത്തകരുടെ മറ്റു കാര്യങ്ങൾക്ക് തടസ്സമാകുമെന്നുള്ളതുകൊണ്ട് ബ്രാഞ്ച് തലത്തിൽ വരെ, നിലമ്പൂർ മണ്ഡലത്തിലെ ബ്രാഞ്ച് തലത്തിൽ വരെ ബൂത്ത് കമ്മിറ്റിയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത്. മണ്ഡലം കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയാണ്. ഘടകങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി വലിയ തോതിലുള്ള ജനക്കൂട്ടം പങ്കാളിത്തം ഉറപ്പാക്കണം. കാരണം ഇന്ന് വിജയരാഘവൻ 24 സംസാരിക്കുമ്പോൾ പറഞ്ഞത് വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമ്പോഴേക്കും അത് ഭരണതുടർച്ചയ്ക്കുള്ള അംഗീകാരം നൽകുന്ന വിധത്തിലുള്ള ഒരു ജനവികാരമായിരിക്കും. അതിലൂടെ വിജയം നിലമ്പൂരിൽ ഉറപ്പാക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുമെന്ന് അൻവർ പറയുകയും അതുപോലെ അൻവർ സ്ഥാനാർത്ഥിത്വത്തിൽ തുടരുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഈ മുഖ്യമന്ത്രിക്കെതിരെയും ഇന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. കാരണം നിലമ്പൂർ രാഷ്ട്രീയത്തിൽ അൻവറിന് മറുപടി പറയാതെ മുഖ്യമന്ത്രിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ പ്രസംഗമാണ് കേരളവും നിലമ്പൂരും ഉറ്റുനോക്കുന്നത്. ഉന്മേഷ്, ശരി. ദീപക് ധർമ്മടമാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ഇതിനോടകം മണ്ഡലത്തിലെത്തിയിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് LDFന്റെ കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും.